യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ 26 എന്താ? വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, വെക്ടർ സി ബി എ വെക്ടർ സച്ച് ദാറ്റ് എ പ്ലസ് ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു 2 into a cross b plus 24j minus 6k ആണ്. പിന്നെ ഡോട്ട് പ്രോഡക്റ്റ്, ഒരു ഡോട്ട് പ്രോഡക്റ്റും തന്നിട്ടുണ്ട് -3 then what. നമുക്ക് സി എന്ന് പറയുന്ന വെക്ടർ എന്താണെന്ന് കണ്ടീഷനൊക്കെ വെച്ച് കണ്ടുപിടിക്കണം. സംഭവം അതാണ് ഉള്ളത്. അപ്പൊ നമ്മള് എന്താ ചെയ്യുക? ആദ്യത്തെ കണ്ടീഷനിലേക്ക് പോവാ. സി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തൽക്കാലം xi പ്ലസ് yj പ്ലസ് zk എന്ന് ഞാൻ എടുക്കുന്നു. സി ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk എന്നെടുക്കുന്നു. ഇനിയോ എയും ബിയും തന്നിട്ട് സി നമ്മൾ അങ്ങനെ എടുത്തു. എ പ്ലസ് ബി ക്രോസ് സി ആണ് നമുക്ക് എടുക്കേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കോ കേട്ടോ. ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് എഴുതുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ പ്ലസ് ബി നമുക്ക് അവിടുന്ന് ചെയ്യാൻ അറിയാം. നിങ്ങൾ നേരെ അങ്ങോട്ട് ആഡ് ചെയ്തോ. എ പ്ലസ് ബി 3i പ്ലസ് 2i 5i 2j minus j k plus 3k 4k a plus b ആയി. a plus b ക്രോസ് c, a plus b ക്രോസ് c. ijk എ പ്ലസ് ബി എന്താ? 5 1 4. അതുപോലെ തന്നെ എന്താ പറയാ, സി എന്താ? എക്സ് വൈ സെഡ്. സോറി, ഡിറ്റർമിനന്റ് അല്ലേ. അപ്പൊ എ പ്ലസ് ബി ക്രോസ് സി കിട്ടി. എ പ്ലസ് ബി ക്രോസ് സി ഈസ്, അപ്പൊ നമുക്ക് കിട്ടും സെഡ് മൈനസ് 4y. ഇങ്ങോട്ടേക്ക് എഴുതാം. ദാറ്റ് ഇസ് സെറ്റ് മൈനസ് 4y ഇൻറ്റു ഐ. സെറ്റ് മൈനസ് 4y ഇൻറ്റു ഐ മൈനസ് 5 സെറ്റ് മൈനസ് 4x ഇൻറ്റു ജെ പ്ലസ് 5y മൈനസ് എക്സ് ഇൻറ്റു കെ എന്ന് കിട്ടി. ഏത്? എ പ്ലസ് ബി ക്രോസ് സി. റൈറ്റിലേക്ക് വന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. ഇതാണ് എ പ്ലസ് ബി ക്രോസ് സി കേട്ടോ. ഓക്കെ, ലെഫ്റ്റിലേക്ക് വന്നു. എ ക്രോസ് ബി 2 into എ ക്രോസ് ബി. അപ്പൊ നമ്മൾ അവിടുന്ന് എ ക്രോസ് ബി എടുക്കണം. എ ക്രോസ് ബി എടുക്കാൻ നമുക്കറിയാലോ. ഡിറ്റർമിനന്റ് ഐ ജെ കെ 3 2 1 2 minus 1 3. ഓക്കെ, എ ക്രോസ് ബി. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 7i മൈനസ് 7j മൈനസ് 7k. അപ്പൊ 2 into എ ക്രോസ് ബി, 2 into എ ക്രോസ് ബി എന്ന് പറഞ്ഞ 14i മൈനസ് 14j മൈനസ് 14k. 2 into എ ക്രോസ് ബി പ്ലസ് എന്ത് ചെയ്യണം നോക്കിയേ, ഇതാ 24j മൈനസ് 6k ആണ്. അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യട്ടെ. അപ്പൊ 14i, ഐന്റെ ടേം അവിടെ ഇല്ല കേട്ടോ. അപ്പൊ ഞാനത് അവിടെ 14i തന്നെ എഴുതുകയാണേ. 14i ഞാൻ ഇവിടെ തന്നെ മൈനസ് ചെയ്യാണ്, സ്റ്റെപ്പ് എഴുതുന്നില്ല. പ്ലസ് 24 മൈനസ് 14 ആണ് അല്ലെ. അപ്പൊ പ്ലസ് 10j. പിന്നെയോ നോക്കൂ, മൈനസ് 7k മൈനസ് 7k മൈനസ് 14k ആണ് അല്ലെ. മൈനസ് 7k മൈനസ് 14k മൈനസ് 6k ആണ്. അപ്പൊ അത് മൈനസ് 20k എന്ന് വന്നു. ഇതാണ് റൈറ്റ് സൈഡിലുള്ള വെക്ടർ നമുക്ക് കണ്ടുപിടിക്കുന്നത്. നോക്കണേ, ദീസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമുക്ക് അവിടുന്ന് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കോഎഫിഷ്യൻസ് ജസ്റ്റ് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം z-4y 14 ആണെന്ന് എഴുതാം. z-4y = എന്തെഴുതി മക്കളെ, 14 ആണെന്ന് എഴുതി. z-4y 14 ആണ്. 5z - 4x എന്ന് പറയുന്നത് നമുക്ക് -10 എഴുതിയാൽ മതി അല്ലെ. 4x അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുക, മൈനസ് ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ 4x - 5z 4x - 5z = 10 കിട്ടും. അടുത്തത് 5y - x = 5y - x = എന്താ വരിക, -20 ആണോ നോക്കി, -20. അത് നമ്മൾ കോഎഫിഷ്യന്റ് 5 - x -20. അപ്പൊ ഇത്രയും നമുക്ക് അവിടുന്ന് കിട്ടി. ഇനി നമുക്ക് വേറെ എന്താ ഉള്ളത്, ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്. a - b എന്ന് പറഞ്ഞാൽ 3i - 2i ആണ്. a - b പ്ലസ് i, a - b പ്ലസ് i അല്ലെ, a - b പ്ലസ് i ഡോട്ട് c = -3 എന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കും കൂടി നമ്മൾ പോണം. a - b എന്താ വരിക, എയും ബിയും തമ്മിൽ നമ്മളൊന്ന് മൈനസ് ചെയ്ത് നോക്കിയേ. 2i + 3j - 2k ഈസ് a - b പ്ലസ് ഒരു ഐയും കൂടി ഉണ്ട് ഡോട്ട് xi + yj + zk = -3. അപ്പൊ 2i + i 3i, അപ്പൊ 3x അല്ലെ, 2i + i 3i + 3x + 3y - 2z = -3. നോക്കണേ, 2i + a - b അല്ലേ, 3i - 2i ആണ്. അപ്പൊ 3i - 2i എന്ന് പറയുമ്പോൾ ഇവിടെ a - b എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് i ആണ്. അപ്പൊ i + i 2i വരും. അപ്പൊ 2x ആണ് വരിക കേട്ടോ, സോറി 2x + 3y - 2z = -3 എന്നും വന്നു ആ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത്. ഇനി എന്താ ചെയ്യാൻ പറ്റുക നോക്കിയേ, ഈ 2x - 3y - 2z = -3, z = 4y - 14, 4x - 5z = 10. ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ട്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ എടുത്ത് എഴുതുകയാണെങ്കിൽ ഇവിടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5y + 20 എന്ന് നമുക്ക് എഴുതാലോ. അപ്പോൾ 2x 3y എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വൈയിൽ എങ്ങനെ എഴുതുക, y 2x y ഇവിടെ നമുക്ക് y എടുക്കും, y എടുക്കുന്ന സമയത്ത് y = 2 × 5y + 20 y. x എന്ന് പറയുന്നത് 5y x is 5y - 20. അപ്പൊ 2 × 5y - 20 കേട്ടോ, പ്ലസ് 3y മൈനസ് 2z. ഇതിൽ z എന്താ, z = 14 + 4y അല്ലേ. അപ്പോ -2 × 14 + 4y = -3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടുന്ന് y പെട്ടെന്ന് എഴുതാൻ പറ്റും. y ഇനി അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ 10y - 40 + 3y - 28 - 8y = -3. അപ്പോ 5y അല്ലേ, 13y 5y = എത്ര വന്നിടാ, -15 വരും, -15 വരും. അപ്പൊ 5y = -15 വരും. 5y = -15 20. 5y = -15 എന്ന് വന്നു കഴിഞ്ഞാൽ y എന്ത് വന്നു, y = -3 എന്ന് വരും.
വൈൻ്റെ വാല്യൂ -3 എന്ന് കിട്ടും. വൈൻ്റെ വാല്യൂ -3 ആണെങ്കിൽ എവിടെ വരാം? സെഡ് കണ്ടുപിടിക്കാം. സെഡ് ഈസ് ഈക്വൽ ടു, സെഡ് എന്താണ് നോക്കിയേ, സെഡ് എന്താണ്? 14y + 4y അല്ലേ? അപ്പൊ സെഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ, 5 × -3 + 20 അല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പൊ സെഡ് സി എന്ന് പറയുന്ന നമ്മുടെ വെക്റ്റർ എന്തായിട്ട് മാറും? xi + yj + zk അല്ലേ? എക്സ് 5 അല്ലേ? 5i മൈനസ് വൈൻ്റെ വാല്യൂ -3 അല്ലേ? -3j + zk. സെഡ് എന്താണ്? സെഡ് ഈസ് 2 ആണ്. അപ്പൊ 2k. ഇനി എൻ്റെ മോഡ് എടുത്തോ. മോഡ് സി ഇസ് ഈക്വൽ ടു എന്ത് വന്നു മക്കളെ? √25 + 9 + 4. 25 + 9 + 4 √38 എന്ന് വരും. √38 ആണ് മോഡ് സി. അപ്പൊ മോഡ് സി അല്ല ചോദിച്ചത്, മോഡ് c² ആണ് ചോദിച്ചത്. അപ്പൊ എന്താവും? 38 എന്നാവും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ?